ഇടുക്കി കുമളി സ്പ്രിംഗ് വാലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്ന ഒരാളുണ്ടായിരുന്നു. അവൾക്ക് ചികിത്സയിൽ ആണ്. ആ യുവാവിന് ചികിത്സാ ചെലവിലുള്ള തുക പോലും സർക്കാർ അനുവദിക്കാത്ത ഒരവസ്ഥ. നമുക്കറിയാം, വന്യജീവി ആക്രമണം ഇപ്പോൾ ശക്തമായിരിക്കുന്നതാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ജീവൻ പോലും നഷ്ടമാകുന്നുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആക്രമണം നേരിട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ ചെലവെല്ലാം തന്നെ ലഭ്യമാക്കും എന്നുള്ള കാര്യം. ആ വാക്കുകളൊക്കെ തന്നെ പാഴ്വാക്കാവുക തന്നെയല്ലേ ചെയ്യുന്നത്? രജനി, ഇതിൽ വകുപ്പ് മന്ത്രി ശശീന്ദ്രനും അതോടൊപ്പം തന്നെ സ്ഥലം MLA ആയ വാഴൂർ സോമനുമൊക്കെ ഈ ബന്ധുക്കൾക്ക് ഉറപ്പ് കൊടുത്തതാണ്. രാജീവ് എന്ന യുവാവിന് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ അതിൻ്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും വഹിക്കാമെന്ന കാര്യം. എന്നാൽ പിന്നീട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ബന്ധുക്കൾ ഈ ആവശ്യവുമായി മുന്നോട്ട് പോയെങ്കിലും ഒരു തരത്തിലും അതിനോട് സഹകരിക്കാനോ കൃത്യമായ മറുപടി നൽകാനോ പോലും MLAയോ മന്ത്രിയോ തയ്യാറാവുന്നില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൃത്യമായ പ്രതികരണം കിട്ടുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധം പ്രദേശത്തുണ്ടാകുന്നത്. നേരത്തെയും നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനൊടുവിലാണ് ഒരു ഒത്തുതീർപ്പെന്ന നിലയിൽ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും എന്ന ഒരു അറിയിപ്പ് നൽകിയത്. എന്നാൽ പിന്നീട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് അടുത്ത മന്ത്രിസഭാ യോഗം കൂടിയ ശേഷം ഇതിൽ നടപടി ഉണ്ടാകും എന്നതാണ് പറയുന്നത്. എന്തുതന്നെയായാലും ഇതുവരെയും കഴിഞ്ഞ മാർച്ചിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുന്നത്. അതിനുശേഷം ഇത്രയും കാലമായിട്ടും ഒരു തരത്തിലുള്ള പരിഹാരം കാണാനോ ഈ കുടുംബത്തിന് ഒരു സഹായം നൽകാനോ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാർ അത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയാനും തയ്യാറാവുന്നില്ല. തീർത്തും അവഗണിക്കുന്ന ഒരു സമീപനം തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം നാട്ടുകാരിൽ നിന്നും ഈ രാജീവിന്റെ ബന്ധുക്കളിൽ നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. രജനി, തീർച്ചയായും വന്യജീവി ആക്രമണങ്ങൾ കൂടുമ്പോഴും അലംഭാവം തുടരുക തന്നെയാണ്. സർക്കാർ ചികിത്സയിലുള്ളവർക്ക് പോലും ചികിത്സാ നിഷേധം അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്നുള്ള പണം പോലും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇടുക്കി ഈ കുമളി സ്പ്രിംഗ് വാലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള യുവാവിന് ഇപ്പോൾ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സഹായം നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാക്കുവാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം എന്നാണ് സുധീഷ് ഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.